ആളുകൾക്ക് തെറ്റുകൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, അതിൻ്റെ ആസാറുകൾ വളരെ ഗൗരവത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി അത്തരം കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, പൊതുവിൽ പണ്ഡിതന്മാർ പറയാറുള്ളത്, തിന്മ കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ദുനിയാവിലെ നഷ്ടം എന്താണ്, പ്രയാസം എന്താണ്? ഒന്നാമത്തെ കാര്യം പറയാറുള്ളത് ഇൽമിന്റെ വാതിൽ അടക്കപ്പെടുന്നു. ഖുർആൻ ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ദീന് പഠിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പലർക്കും ഖുർആൻ കൂടുതൽ അറിയണമെന്നും ദീന് പഠിക്കണമെന്നും താല്പര്യമുണ്ടാകും. പക്ഷെ പലപ്പോഴും അതിലേക്ക് എത്തുകയില്ല. ദീന് പഠിക്കാനുള്ള തൗഫീഖും തഖ്വയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ, അതിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവൻ നിങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരുന്നു. ഈ വിഷയത്തിൽ അല്ലാഹുവിനോടുള്ള തഖ്വ നഷ്ടപ്പെടുന്നിടത്ത് ഇൽമിന്റെ കവാടങ്ങൾ അടക്കപ്പെടും എന്ന വിഷയത്തിലേക്ക് ചേർത്തുകൊണ്ട് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കാറുണ്ട്. മൂസാ നബിയുടെയും ഖദിർ അലൈഹിസ്സലാമയുടെയും ചരിത്രം സൂറത്തുൽ കഹ്ഫിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. മൂസാ നബി ആരാണ് ബനൂ ഇസ്രായേലിലെ ഏറ്റവും അറിവുള്ള ആളെന്ന് ചോദിച്ചപ്പോൾ ഒരു നബി എന്ന നിലക്ക് മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ തന്നെയായിരിക്കും. അള്ളാഹു മൂസാ നബിയോട് എന്താ പറഞ്ഞത്? മൂസേ, നീയല്ല, നീ യാത്ര പോകണം. 2 നദികൾ കൂടിച്ചേരുന്നിടത്ത് നിനക്കൊരാളെ കാണാൻ സാധിക്കും. അയാൾ നിന്നേക്കാൾ അറിവുള്ള ആളാണ്. സൂറത്തുൽ കഹ്ഫിൽ പരിമിതമായിട്ടാണ് ആ സംഭവം നമുക്ക് വിശദീകരിച്ചിരുന്നത്. എന്നാൽ ഇമാം ബുഖാരി തന്റെ കിതാബുൽ ഇൽമിൽ വളരെ സുദീർഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന പ്രവാചകന്റെ ഏറ്റവും ദീർഘമേറിയ ഹദീസുകളിൽ ഒന്നാണ്. ആ സംഭവം ദീർഘമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പരിചാരകനോടൊപ്പം, തന്റെ സേവകനോടൊപ്പം യാത്ര ചെയ്ത് വിശക്കുന്നു, എവിടെ മത്സ്യം നമുക്ക് ഭക്ഷണമായി അത് കഴിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, മത്സ്യം നഷ്ടപ്പെട്ടു പോയല്ലോ. അവരുടെ കയ്യിലൊരു മത്സ്യമുണ്ടായിരുന്നു. ആ മത്സ്യമാണ് അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി നൽകിയത്. ആ മത്സ്യം എവിടെ നഷ്ടപ്പെടുന്നു, 2 നദികൾ എവിടെ സംഗമിക്കുന്നു, അവിടെ വെച്ച് നിങ്ങൾ ഒരാളെ കാണുന്നതാണ്. ആ സംഭവം സൂറത്തുൽ കഹ്ഫിൽ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ. അവിടെ നമ്മുടെ അടിമയെ അവർ രണ്ടുപേരും, മൂസാ നബിയും തന്റെ സേവകനും, അവിടെ വെച്ച് നമ്മുടെ ആ അടിമയെ അവർ കണ്ടുമുട്ടി. അള്ളാഹു സ്വന്തം തന്റെ അടിമ എന്ന് പറയുന്നതിൽ തന്നെ എല്ലാവിധ നന്മകളും ആ മനുഷ്യനിൽ നമ്മൾ കാണാൻ. അള്ളാഹുവിലേക്ക് എന്ത് ചേർത്ത് പറയുന്നതും തശ്രീഫാണെന്ന് പറയാം. ഇലാഫത്ത് എന്ന് പറഞ്ഞൊരു സംഗതി അറബി ഭാഷയിൽ ഒന്നിനെ വേറൊന്നിലേക്ക് ചേർത്ത് പറയാം. അതിലൊന്നാണ് ഇലാഫത്തു തശ്രീഫ്. പള്ളികളെ നമ്മൾ എന്താ പറയാ? ബൈത്തുല്ലാ എന്ന് പറയും. ബൈത്തുല്ലാ, അള്ളാന്റെ വീട്. അള്ളാന്റെ ശരിക്കും അള്ളാഹ് താമസിക്കുന്ന വീടായതുകൊണ്ടല്ല, പള്ളിയുടെ മഹത്വമാണ്. റബ്ബിന്റെ ഭവനമാണ് പള്ളി. ആദം അലൈഹിസ്സലാമിനെയും ഈസാ നബിയെയും കുറിച്ചൊക്കെ റൂഹുല്ലാ, റൂഹുൽ ഖുദ്സ് എന്നൊക്കെ ചേർത്ത് പറയാറുണ്ട്. അള്ളാഹുവിന്റെ ആത്മാവ്, അള്ളാഹ് ആത്മാ മനുഷ്യരെ പോലെ ആത്മാവ് ഉണ്ടാവുകയും ആ ആത്മാവിൽ നിന്ന് പിന്നെ ഈസാ നബി ഉണ്ടാവുകയും ചെയ്ത അല്ല, അത് ആ പ്രവാചകന്റെ തശ്രീഫാണ്, മഹത്വമാണ്. ഇവിടെ നമ്മുടെ അടിമ എന്ന് പറഞ്ഞ അള്ളാഹു ഒരാളെ പരിചയപ്പെടുത്തുന്നു. ആതൈനാഹു റഹ്മതൻ മിന്നാ, നമ്മുടെ കാരുണ്യം നാം അയാൾക്ക് നൽകിയിട്ടുണ്ട്. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നമ്മുടെ ഭാഗത്ത് നിന്ന് അവൻക്ക് നാം, ആ അടിമക്ക് നാം ഇൽമ് പഠിപ്പിച്ചു നൽകുകയും പകർന്നു നൽകുകയും ചെയ്തു. അള്ളാഹു തന്റെ അടിമ, ഞാൻ കാരുണ്യം നൽകിയവൻ, അവൻക്ക് നാം ഇൽമ് നൽകി എന്ന് പറയുമ്പോ ഇൽമിന്റെ വാതിലുകൾ എന്താണ്? അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നവർക്കുള്ളതാണ്, റബ്ബിനോടുള്ള തഖ്വ ഉള്ള ആളുകൾക്കുള്ളതാണ്, പടച്ചതമ്പുരാനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്, തിന്മകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവർക്കുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കും. ഇസ്ലാമിലെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിനോളം മഹത്വമുള്ള വേറൊന്നുമില്ല. ഏറ്റവും വലുത് ഇസ്ലാമിൽ വിജ്ഞാനമാണ്. ഇൽമുൻ നാഫി'. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇൽമുൻ നാഫി' ആണെന്നാ പറയാ. എന്താ ഹിദായത്ത്? അള്ളാഹുടെ ഹിദായത്തിലാക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം ദീന് പഠിക്കാൻ കഴിയുക, അത് ജീവിതത്തിൽ പകർത്താൻ കഴിയുക, അതാണ് നേരായ മാർഗം എന്ന് പറയുന്നത്.
അത് കിട്ടുന്നത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാണ്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഒരു 2 വരി കവിത കാണാം. ശഖൗതു ഇലാ വഖഇൻ സുഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅഖ്ബറനി ബിഅന്ന അൽഇൽമ നൂറുല്ലാഹി ലാ യുതാഹു ആസി റബ്ബി. എന്താ പറഞ്ഞത്? ശഖൗതു ഇലാ വഖീഇൻ എനിക്ക് പഠിച്ചിട്ട് മനപ്പാടമാകുന്നില്ല എന്ന് ഞാൻ പരാതി പറഞ്ഞു വക്കീഇനോട്. അപ്പൊ അദ്ദേഹം എനിക്ക് നൽകിയ ഉപദേശം എന്താണ്? നീ തെറ്റുകൾ ഉപേക്ഷിക്കണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊരു വെളിച്ചമാണ്. നൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? നൂറുല്ലാഹ്, അല്ലാഹുവിന്റെ വെളിച്ചമാണ്. ഇൽമിന്റെ മഹത്വമാണ് പറയുന്നത്. ലാ യുതാഹു ആസിയർ റബ്ബി, അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്ക്, തെറ്റു ചെയ്യുന്നവർക്ക് അല്ലാഹു ഇൽമ് നൽകുകയില്ല. ഇൽമ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വെളിച്ചമുണ്ടല്ലോ, നൂറുല്ലാഹ് എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് ഇൽമിന്റെ മഹത്വമാണ്. അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്നതെല്ലാം മഹത്വമുള്ളതാണ്. അത് നൽകപ്പെടുന്നത് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കണം. നമ്മുടെ സുഹൃത്തുക്കളെ, തിന്മകൾ സംഭവിച്ചാൽ എന്താ പ്രശ്നം? പരലോകത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമാണോ? ഈ ലോകത്തും മനുഷ്യന് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി എന്താ അറിയോ? റിസ്ഖ് തടയപ്പെടും, മനുഷ്യന്റെ ഉപജീവനം തടയപ്പെടും തെറ്റുകൂടുന്നിടത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായൊരു ഹദീസാണ്, ഇന്നൽ അബ്ദ ലയുഹറമുർ റിസ്ഖു ബിദ്ദംബി യുസീബുഹു. ഒരു മനുഷ്യൻ അയാൾ ചെയ്യുന്ന തിന്മ കാരണത്താൽ അയാളുടെ ഉപജീവനം അയാൾക്ക് തടയപ്പെടും. ജീവിതത്തിലെ പ്രശ്നങ്ങളാണെന്ന് പറയും, പ്രയാസങ്ങളുണ്ട് എന്ന് പറയും, പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും, തീരാത്ത ബുദ്ധിമുട്ടുകളെ കുറിച്ച് കാണുന്നവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്താ കാരണം? ജീവിതത്തിൽ തെറ്റുകൾ ഉപേക്ഷിക്കുന്നില്ല, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. അയാളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളായിരിക്കും. നോക്കി, കടുത്ത ശിക്ഷകൾക്ക് മനുഷ്യൻ വിധേയനാകും. വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്കറിയാവുന്ന സംഗതിയാണ്. സൂറത്ത് അൻകബൂത്തിലെ 35 മുതൽ 40 വരെയുള്ള ആയത്തുകൾ പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ശുഐബ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? വഇലാ മദിയന അഖാഹും ശുഐബ, മദീനയിലേക്ക് ശുഐബ് നബിയെ നാം നിയോഗിക്കുകയുണ്ടായി. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കണമെന്ന് ശുഐബ് നബി ആ സമൂഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തെ അവർ കളവാക്കി. വആദം വസമൂദൻ, ആദ് ഗോത്രത്തിലേക്കും സമൂദ് ഗോത്രത്തിലേക്കും പ്രവാചകന്മാരെ നാം നിയോഗിക്കുകയുണ്ടായി. ഇത് ഖുർആൻ പ്രയോഗിക്കുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവർ ചെയ്തിരുന്ന തിന്മകളെ പിശാച് അവർക്ക് നന്നായി കാണിച്ചു കൊടുത്തു, നല്ലതായി തോന്നിപ്പിച്ചു കൊടുത്തു. തെറ്റിൽ നിന്ന് മനുഷ്യന് വിട്ടു നിൽക്കാൻ കഴിയില്ല. അതിലങ്ങോട്ട് വ്യാപൃതനായാൽ ശൈത്താൻ പറയുന്നേ അത് ചെയ്തോ എന്ന് പറയും, അതിൽ വിട്ടു നിന്നോ എന്ന് പറയില്ല, അതന്നെയാണ് നല്ലതെന്ന് പറയും. നിന്റെ കൂട്ടുകാരനെ നീ നോക്കുന്നില്ലേ എന്ന് ചോദിക്കും. നിന്റെ അയൽവാസി തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. നിന്നേക്കാൾ മോശമായി ജീവിക്കുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് ചോദിക്കും. നീ ഫർളെങ്കിലും നിസ്കരിക്കുന്നുണ്ടല്ലോ, സുന്നത്തൊഴിവാക്കുമ്പോ മനസ്സിൽ വരുന്ന ചോദ്യമാണ് അല്ലേ? നീ തൗഹീദ് പ്രബോധനം ചെയ്യുന്നുണ്ടല്ലോ, തെറ്റ് ചെയ്യുമ്പോ ശൈത്താൻ പറയാണ് നീ തൗഹീദ് പ്രബോധനം ചെയ്യുന്നുണ്ടല്ലോ, നിന്നിൽ ശിർക്കില്ലല്ലോ. ശിർക്കില്ലെങ്കിൽ നേരിട്ട് സ്വർഗത്ത് പോകുന്ന ആരാ പറഞ്ഞത്? ശിർക്കിന്റെ ഗൗരവം പഠിപ്പിക്കുന്നിടത്ത് ആവർത്തിച്ച് നമ്മൾ കേട്ടു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹ് പൊറുക്കൂല. ശിർക്കുണ്ടോ നരകം ഉറപ്പാ, സ്വർഗം ഹറാമാ. പക്ഷെ ശിർക്കില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ? തിന്മകളില്ലെങ്കിലേ പോകാൻ കഴിയൂ. തിന്മകളുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചവർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാ മൻഷാ അല്ലാഹ്. പൂർവ്വം ചില ആളുകൾക്ക് ഒരുപക്ഷെ അള്ളാഹു എല്ലാം അഫ്വ ചെയ്തു കൊടുക്കും. എത്ര തെറ്റ് ചെയ്താലും തൗഹീദുള്ള ആളോട് പറയും, നിനക്ക് ഞാൻ എല്ലാം അഫ്വ ചെയ്തു തന്നു, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയും. അള്ളാഹു അവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു വലിയ ഭാഗ്യമാണ്, മഹാസൗഭാഗ്യമാണ്. ഞാൻ പറയുന്നത്, ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്യുമ്പോ ശൈത്താൻ അതിങ്ങനെ നല്ലതായി തോന്നിപ്പിക്കും. ഇവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറയാണ്, നമുക്ക് പഠിപ്പിച്ചു തരാണ്. സമൂദ് ഗോത്രമുണ്ടായിരുന്നു, ആദ് ഗോത്രമുണ്ടായിരുന്നു. വഖാറൂന വഫിർഔന വഹാമാൻ. ഖാറൂൻ കടന്നുപോയി, മുസ്ലിമായിരുന്നു, വിശ്വാസിയായിരുന്നു, സമ്പത്ത് കൂടി, അഹങ്കാരം കൂടി, സക്കാത്ത് കൊടുത്തില്ല.
ഫിർഔൻ കടന്നുപോയി. അന റബ്ബുക്കുമുൽ അഅല എന്ന് പ്രഖ്യാപിച്ചയാൾ, ഫിർഔന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്ന ഫിർഔന്റെ മന്ത്രിയായിരുന്ന ഹാമാൻ കടന്നുപോയി. ഇവിടെ അല്ലാഹു പറയാണ്, വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്. മൂസാ നബി അവർക്ക് ദൃഷ്ടാന്തങ്ങളുമായി തെളിവുകളുമായി കടന്നു വന്നു. പക്ഷെ അവർ അഹങ്കരിച്ചു. എന്നിട്ടോ എന്താ സംഭവിച്ചത്? ഫകുല്ലൻ അഖദ്നാ ബിദംബി. മറക്കാൻ പാടില്ല വാക്ക് നമ്മൾ. ഫകുല്ലൻ എല്ലാ ആളുകളെയും അഖദ്നാ നാം പിടികൂടി, ബിദംബിഹി അവന്റെ തെറ്റുകൊണ്ട്, അവന്റെ പാപം കൊണ്ട്. പാപത്തിൽ അഭിരമിച്ചു പിശാചതിനെ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോ, അതിനെങ്ങനെ അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുത്തപ്പോ അതിലലിഞ്ഞു ചേർന്നു, അത് ആസ്വദിച്ചു, അത് കൊണ്ടാടി. ഇതുതന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിച്ചു. അല്ലേ? നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും, ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ചോദിക്കുക, എങ്ങനെ കഴിയുന്നു ഈ മനുഷ്യർക്ക് ഇത്ര അധപ്പതിക്കാൻ? അല്ലേ? അങ്ങാടിയിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് നാണമില്ലേ ഇവർക്ക്? നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞു പോകും, നാണമില്ലേ ഇവർക്ക്? ഉളുപ്പില്ലാത്ത, ലജ്ജയില്ലാത്ത വൃത്തികേടുകളുടെ അരാജകത്വത്തോടൊപ്പം ജീവിക്കുന്നവർ. എന്താ ഖുർആൻ പറഞ്ഞത്? ഫകുല്ലൻ അഖദ്നാ ബിദംബി. അവരുടെ പാപങ്ങൾ കാരണം നാം അവരെ പിടികൂടി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ. ചില ആളുകളെ എങ്ങനെയാണ് നശിപ്പിച്ചതെന്നറിയോ? അവർക്ക് മുകളിലേക്ക് നാം ചെരൽമഴ, കല്ലുമഴ വർഷിപ്പിക്കുകയുണ്ടായി. ചില ആളുകൾക്കുമേൽ നാം വലിയ ഒരു ശബ്ദമാണ് ഉണ്ടാക്കിയത്, ഒറ്റ ശബ്ദമാണ്. അതോടവർ നിലം പതിച്ചുപോയി, അവരുടെ ജീവിതം അവസാനിച്ചു. വേറെ ചില ആളുകളെ ഭൂമി പിളർത്തി, ഭൂമിയിലേക്ക് അവരെ നാം ആഴ്ത്തിക്കളഞ്ഞു. പിന്നെ വേറെ ചില ആളുകളെ പ്രളയത്തിൽ നാം മുക്കിക്കൊന്നു. അല്ലാഹു അവരോട് അക്രമം കാണിച്ചതല്ല, വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചതായിരുന്നു. തെറ്റുകൾ ചെയ്തു, പാപങ്ങളിൽ അഭിരമിച്ചു, വൃത്തികേടുകൾ ചെയ്തു. പടച്ചോൻ അരുതെന്ന് പറഞ്ഞത് ആവേശപൂർവം ചെയ്തു, പടച്ചോൻ പാടില്ലെന്ന് പറഞ്ഞത് ചെയ്തു, അടുത്തു പോകരുതെന്ന് പറഞ്ഞതിലേക്ക് അവൻ അടുത്തു. പലിശയിലേക്ക് പോയി, വ്യഭിചാരത്തിലേക്ക് പോയി, കളവിലേക്ക് പോയി, തെറ്റിലേക്ക് പോയി, തിന്മയിലേക്ക് പോയി. എന്നിട്ടോ എന്താ സംഭവിച്ചത്? അല്ലാഹു അവരെ പിടികൂടി. ശിർക്കുണ്ടായിരുന്നു അവരിൽ, കുഫ്റുണ്ടായിരുന്നു അവരിൽ, മുക്കി നശിപ്പിച്ചു അല്ലാഹു ചിലരെ. അല്ലേ സഹോദരങ്ങളെ? എല്ലാവരെയും മുക്കി നശിപ്പിക്കൊള്ളണമെന്നില്ല, എല്ലാവരെയും ഭൂകമ്പത്തിൽ പിടികൂടിക്കൊള്ളണമെന്നില്ല. രോഗമായിരിക്കും, മാറാത്ത രോഗം, ഒന്നിൽ നിന്ന് അടുത്തത്. പണമുണ്ട്, വരുമാനമുണ്ട്, പക്ഷേ ഒന്നും എവിടെയും കാണുന്നില്ല, ചെലവാണ്. സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറയുന്നത്, ഉപജീവനം അല്ലാഹു തടഞ്ഞു വെക്കും. അല്ലാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് മനുഷ്യൻ വിധേയനായി പോകും. തിന്മകളിൽ, തെറ്റുകളിൽ ഒരു മനുഷ്യൻ മുഴുകുമ്പോ പിന്നെന്തറിയോ? മൂന്നാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാര് പറയുന്നത്, മനുഷ്യൻ തെറ്റിൽ മുഴുകുകയാണെങ്കിൽ അള്ളയും അയാളും തമ്മിലുള്ള ബന്ധം അറ്റുപോകുന്ന. അല്ലേ? പടച്ചോനൊറ്റൊരു മനുഷ്യനെ അടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ തന്റെ ജന്മത്തിൽ, മനുഷ്യൻ എന്ന ജന്മത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ നേട്ടം എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കുക, ആരാധനകളിലൂടെ റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ മനുഷ്യനെ അള്ളാഹു കൈയൊഴിയും. അള്ളാഹു മനുഷ്യനെ കൈയൊഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ കടന്നു പോകും. ഖുർആൻ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ആയത്താണത്. നമ്മുടെ സ്മരണയിൽ നിന്ന് ആരാണോ അകന്നു പോകുന്നത് അവന്റെ ജീവിതം ഞെരുക്കമുള്ളതായിരിക്കും, അവന്റെ ജീവിതം പ്രയാസമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പലപ്പോഴും പറയാറുണ്ട് ഇതിനെ സംബന്ധിച്ച്, എന്താ പറയാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോഴെങ്കിലും ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചാൽ ആ അബദ്ധത്തിന്റെ അടയാളങ്ങൾ ഒന്നുകിൽ ഞങ്ങളുടെ ഭാര്യയിൽ കാണും, അല്ലെങ്കിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ കാണും, അല്ലെങ്കിൽ ഞങ്ങളുടെ വാഹനമൃഗത്തിൽ കാണും. എവിടെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് അതങ്ങോട്ട് മാറി വരുന്നതാണ്, അതങ്ങോട്ട് തിരിച്ചടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത്, പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടാകണം, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കണം, അള്ളാഹു നമ്മളെ കൈയൊഴിയാതെ എന്താ പറയാ അള്ളാഹുവിന്റെ ഒരു സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. തിന്മകളിലൂടെ കടന്നു പോകുമ്പോ ആ സഹായം നഷ്ടപ്പെട്ടു പോകും. റബ്ബും നമ്മളും തമ്മിലുള്ള ആ ബന്ധം അറ്റുപോകും. അത് അറ്റുപോകുന്നതോടുകൂടി നമ്മുടെ ജീവിതം പ്രയാസമാകും.
അതേപോലെ തന്നെ ജീവിതത്തിൽ എന്താ പറയാ, അള്ളാഹു നമ്മളുമായുള്ള ബന്ധം അറ്റുപോകും എന്നതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മനുഷ്യന് പ്രയാസമുള്ളതായി തീരുന്നു. തെറ്റുകൾ കൂടുമ്പോൾ നാലാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, തിന്മകൾ വർദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പതുക്കെ പ്രയാസത്തിലേക്ക് പോകും അല്ലേ. അതാണ് പിന്നെ ചെറിയ സൂറത്തുകളുടെ ഭാഗത്ത് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത് ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നത്, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, ആരാണോ നന്മയെ സത്യപ്പെടുത്തുന്നത്, നല്ല വിശ്വാസിയായി ജീവിക്കുന്നത്, എളുപ്പമുള്ളതിലേക്ക് ഞാൻ അവനക്ക് എളുപ്പമാക്കി കൊടുക്കും. ജീവിതം എളുപ്പമായിരിക്കും. ജീവിതം വളരെ ലളിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതിന്റെ മറുവശം എന്താണ്? അതിന്റെ മറുവശം എന്താണ്? പിശുക്ക് കാണിക്കുന്നവൻ, ഞാനാണ് എല്ലാം തികഞ്ഞവനെന്ന് അഹങ്കാരത്തോടുകൂടി സ്വയം പര്യാപ്തത നടിക്കുന്നവൻ അല്ലേ, അവന്റെ ജീവിതം ഞെരുക്കമുള്ളതായി തീരും. ഒന്ന് കെട്ടഴിക്കുമ്പോ അടുത്ത കെട്ടുണ്ടാവും. ഒരു പ്രയാസം തീരുമ്പോ അടുത്തൊരു പ്രയാസത്തിലേക്ക് പോകും. മാനസികമായ സമാധാനം നഷ്ടപ്പെടും. പ്രതിസന്ധികളിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തെറ്റിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ഒരു കാര്യം എന്താ അറിയോ? മനുഷ്യന്റെ ഹൃദയം കറുത്തു പോകുമെന്നതാണ്. എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ് ആയതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു തെറ്റു ചെയ്താൽ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തു വീഴും. 2 തെറ്റു ചെയ്താൽ 2 കുത്തു വീഴും. 3 തെറ്റു ചെയ്താൽ 3 കുത്തു വീഴും. തിന്മകൾ വർദ്ധിക്കും തോറും മനുഷ്യന്റെ ഹൃദയം കറുത്തു പുകഞ്ഞതായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഇന്നലിൽ ഹസനത ലിയാ, നന്മയ്ക്കൊരു വെളിച്ചമുണ്ട്, ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം എവിടെയൊക്കെ ഉണ്ടാകും? ഫിൽ വജ്ഹ്, നന്മ ചെയ്യുന്നവന്റെ മുഖത്തു കാണാം. വനൂറൻ ഫിൽ ഖൽബ്, നന്മക്ക് ഹൃദയത്തിൽ ഒരു പ്രകാശമുണ്ട്. വസഅതൻ ഫിർ റിസ്ഖ്, നേരത്തെ പറഞ്ഞ ഫുൾ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താ പറഞ്ഞേ? ഉപജീവനത്തിൽ ഒരു വിശാലത അത് നന്മകൾക്കുണ്ട്. വഖുവതൻ ഫിൽ ബദൻ, ശരീരത്തിലെ ആരോഗ്യം അത് നന്മകൾക്കുണ്ട്. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖ്, ആളുകൾക്കിടയിൽ ഒരാൾക്കൊരു സ്വീകാര്യത ലഭിക്കും. മനുഷ്യരുടെ മനസ്സുകളിൽ നന്മ ചെയ്യുന്നവനെ കുറിച്ചൊരു ഇഷ്ടമുണ്ടാകും. പിന്നെ തിന്മകൾക്കോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്, തിന്മകൾക്കോ സവാദൻ, അതിനൊരു കറുപ്പുണ്ട്. ഫിൽ വജ്ഹ്, അത് തിന്മ ചെയ്യുന്നവന്റെ മുഖത്തുണ്ടാകും. വളുൽമതൻ ഫിൽ ഖൽബ്, അത് അവന്റെ ഹൃദയത്തിൽ ഇരുട്ടായിരിക്കും. വവഹ്നൻ ഫിൽ ബദൻ, അവന്റെ ശരീരത്തിൽ ഒരു എന്താ പറയാ ബലഹീനതയായിരിക്കും. ആരോഗ്യത്തിൽ ബലഹീനതയായിരിക്കും. കാണുമ്പോ ഭയങ്കര തണ്ടും തടിയൊക്കെ ഉണ്ടാവും. എന്താ ഈ ആരോഗ്യത്തിലെ ബലഹീനത പറഞ്ഞാൽ അലസത ബാധിക്കും. ഒരു നന്മ ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല. ഒരു നന്മയിലേക്കും അയാൾക്ക് നേരെ ചൊവ്വ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. മടിയാണ്, അലസതയാണ്. പിന്നെയാകാം, മറ്റൊരിക്കലാകാം, ഇതാണ് കഴിയട്ടെ. തിന്മ ചെയ്യാനോ ഭയങ്കര ആവേശമായിരിക്കും. തെറ്റു ചെയ്യാനോ ഭയങ്കര താല്പര്യമായിരിക്കും, വലിയ ഉന്മേഷമായിരിക്കും. അതാണ് തെറ്റു ചെയ്യുന്നവനെ സംബന്ധിച്ചുള്ള തുടരുന്നു. എന്താണ്? ഉപജീവനത്തിൽ കുറവുകൾ ഉണ്ടാകും. ആളുകളുടെ മനസ്സിൽ അയാളെ കുറിച്ച് വെറുപ്പായിരിക്കും ഉണ്ടാവുക. വെറുപ്പായിരിക്കും ആളുകളുടെ മനസ്സിൽ അയാളെ കുറിച്ചുണ്ടാകുക. നന്മയാണെങ്കിൽ മുഖത്ത് ആ നന്മയുടെ വെളിച്ചമുണ്ടാകും, ഹൃദയത്തിൽ ആ നന്മയുടെ പ്രകാശമുണ്ടാകും, ഉപജീവനത്തിൽ ആ നന്മയുടെ വിശാലതയുണ്ടാകും, ശരീരത്തിൽ ആ നന്മയുടെ കരുത്തുണ്ടാകും. ആളുകളുടെ ഹൃദയത്തിൽ ആ നന്മ ചെയ്യുന്ന മനുഷ്യനെ കുറിച്ചൊരു ഇഷ്ടമുണ്ടാകും. തിന്മയാണെങ്കിലോ മുഖത്ത് ആ തിന്മയുടെ കറുപ്പുണ്ടാകും, ഹൃദയത്തിൽ ആ തിന്മയുടെ ഇരുട്ടുണ്ടാകും, ശരീരത്തിൽ ആ തിന്മകളുടെ ബലഹീനതകൾ ഉണ്ടാകും, ഉപജീവനത്തിൽ സമ്പത്തിൽ കുറവുകൾ ഉണ്ടാകും. ആളുകളുടെ മനസ്സിൽ അയാളെ കുറിച്ച് വെറുപ്പായിരിക്കും. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കും, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് ചിന്തിക്കും. പക്ഷേ ആളുകളുടെ മനസ്സിൽ മുഖത്ത് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അയാൾ പോരട്ടോ, അയാൾ ശരിയല്ലട്ടോ,
പുറത്ത് കാണുന്നത് പോലെയല്ല അയാളുടെ ജീവിതത്തിന്റെ സ്വകാര്യത എന്ന് ആളുകൾ പരസ്പരം മടക്കം പറയും. പുറത്തേക്ക് പറയുന്നതല്ല, ഉള്ളിൽ വെറുപ്പായിരിക്കും. മറ്റാളോ എല്ലാ മനുഷ്യരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നല്ലൊരു മനുഷ്യനാണ്. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നന്മ കൈവെടിയാത്തവൻ. അള്ളാഹു പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ, അള്ളാഹു അയാളെ സഹായിക്കട്ടെ. നമുക്കറിയ പോലും ചെയ്യാത്ത മനുഷ്യർ ഏതൊക്കെയോ വീടുകളിൽ ഇരുന്ന് രാത്രിയുടെ ഇരുണ്ടയാമങ്ങളിൽ ഏതൊക്കെയോ പള്ളി മെഹ്റാബുകളിൽ നിന്ന് നമുക്ക് വേണ്ടി റബ്ബിലേക്ക് പ്രാർത്ഥനകൾ ഉയരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നന്മകളിൽ അടിയുറച്ചു നിന്ന് തിന്മകളെ കൈയൊഴിഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിത രീതിയാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് അള്ളാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ പള്ളി പരിപാലനത്തിലേക്കുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഈ ഭവനം അത് സംരക്ഷിക്കാനും പരിപാലിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരും വളരെ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ സംവിധാനം ഒരുപാട് ആളുകൾക്ക് നമസ്കാരം നിർവഹിക്കാനും ആരാധനകൾ നിർവഹിക്കാനും ജുമാഅകളിൽ പങ്കെടുക്കാനൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഭംഗിയായി ഇവിടെ നിലനിൽക്കുന്നത്. എല്ലാവരും കഴിയുന്ന രൂപത്തിൽ അതിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നതുപോലെ ഹജ്ജ് ക്ലാസ് ഈ 29-ാം തീയതി പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട്. ദീർഘകാലം ഹജ്ജൊക്കെ നിർവഹിച്ച ആളുകളുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പ്രായോഗികമായി നമുക്ക് കാര്യങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിയാവുന്ന രൂപത്തിലാണ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പങ്കെടുക്കാം. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ ക്ലാസ് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞു വന്നത് തെറ്റുകൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ ദുന്യവിയായ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നന്നായി തോന്നും. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ കൂടുതൽ മുഴുകി പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. ആ നിലയ്ക്ക് 2 പ്രശ്നങ്ങളെ പണ്ഡിതന്മാരെടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്നെന്താ അറിയോ? തെറ്റിനോടുള്ള ഗൗരവം അവസാനിക്കും. 2, തൗബ ചെയ്യാൻ തോന്നാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ഒരു തെറ്റ് ചെയ്താൽ അത് ഉള്ളിലൊരു ബേജാറുണ്ടാവും. പടച്ചോനെ പറ്റിപ്പോയല്ലോ. ചില തെറ്റുകൾ മുന്നിലെത്തി നിൽക്കുമ്പോൾ അല്ലാഹുവേ എന്തൊരു ഗൗരവമുള്ള കാര്യമാണത്, അതാണ് സംഭവിച്ചു മുന്നോട്ട് പോയാലോ, പിന്നെ എന്തും ചെയ്യാനുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും. പതുക്കെ ഇങ്ങനെ ഒന്നിൽ നിന്ന് അടുത്തതിൽ നിന്ന് അടുത്തതിലേക്ക് ഒന്ന് തൗബ ചെയ്യണല്ലോ എന്നുള്ളൊരു മനസ്സുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തെറ്റുകളെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. നമ്മൾ പട്ടാമ്പിക്കാരെ സംബന്ധിച്ചിടത്തോളം 2 പരീക്ഷണങ്ങൾ ഇവിടുത്തെ ആളുകളുടെ മുന്നിലുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ മിക്കവാറും അത്തരം കാര്യങ്ങൾ നമുക്ക് വിട്ടു നിൽക്കുന്നവരായിരിക്കും. ഒന്നെന്താ അറിയോ? ഒന്ന് പട്ടാമ്പി നേർച്ചയാണ്. നമ്മൾ ഒരു നിലക്കും അതിൻ്റെ ഭാഗമാവുകയില്ല എന്ന് തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും അത് സംഘടിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം, അരാജകത്വങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സംഗതിയാണ് അല്ലേ. ഒരുപക്ഷെ ഞാൻ ഒരു പുറത്തു നിന്ന് നമ്മൾ ഒരാൾ അതിൽ എന്തൊക്കെ തെറ്റുകളുണ്ട് നീ എണ്ണുന്നതിനേക്കാൾ കൂടുതൽ അതിനടുത്ത് നിന്ന് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ പറയും ലഹരി ഉണ്ട് അതിൽ. ഏറ്റവും ഗൗരവമുള്ളത് ഒരു കെട്ടിപ്പൊക്കിയ ജാറവുമായി എന്തെന്നെ പറഞ്ഞാലും അതൊന്ന് ബന്ധപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഇനി എത്ര നമ്മൾ അതിൽ നിന്ന് ആരൊക്കെ കൈയൊഴിയാൻ ശ്രമിച്ചാലും അതിന്റെ അസ്ല് എന്ന് പറയുന്നതാണ്. അള്ളാന്റെ റസൂൽ നിരവധി ഹദീസുകളിലൂടെ 1, 2, 3, 4, 5, 10 അല്ല
നിരവധി ഹദീസുകളിലൂടെ ഒരു ഖബർ ഒരു ചാണിന് മുകളിൽ ഉയരാൻ പാടില്ലെന്നും, ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ലെന്നും, അതിനു മുകളിൽ കെട്ടിടമുണ്ടാക്കാൻ പാടില്ലെന്നും, ഖബറാരാധന ബിംബാരാധനയ്ക്ക് തുല്യമാണെന്നും ഹദീസാണ്. ഖബറാരാധന ബിംബാരാധനയ്ക്ക് തുല്യമാണെന്നും ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചത് അവർ മരിച്ചുപോയ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധിച്ചത് കൊണ്ടാണ് എന്നും എത്ര സ്ഥലത്താണ് പറഞ്ഞത്. ഏറ്റവും ഗൗരവമുള്ള തിന്മയാണ്, ഏറ്റവും ഗൗരവമുള്ള തിന്മ. അതിന്റെ ബാക്കിയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ലഹരിയാകട്ടെ, അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ധൂർത്താകട്ടെ, മറ്റു പൈശാചികമായ വാദ്യോപകരണങ്ങളും സംവിധാനങ്ങളുമാകട്ടെ, ഇവിടുത്തെ ഇതര മതസ്ഥരുടെ ആരാധനകളോട് ചേർന്ന് നിൽക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ, ഞാൻ പറയുന്നത് പേര് മാറ്റിയാലും അല്ലാത്തത് ചെയ്താലും ഇതൊരു വൃത്തികേടാണ്. ആർക്കും വളരെ ലളിതമായി മനസ്സിലാവുന്ന സംഗതിയാണ്. ഞാൻ പറയുന്നത് ആദുകാരെ കുറിച്ച്, സമൂദുകാരെ കുറിച്ച്, നോഹ നബിയുടെ ജനതയെ കുറിച്ച്, ഖിബ്തികളെ കുറിച്ച്, ഖാറൂനിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചൊരു വാചകമുണ്ട്. പിശാച് അവർക്ക് അവരുടെ തിന്മകൾ അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുത്തു. ആ അലങ്കാരമായി തോന്നിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പട്ടാമ്പി നഗരത്തിന്റെ നടുറോഡുകളിൽ ഏതു വൃത്തികെട്ട വേഷവും കെട്ടാൻ മനുഷ്യർക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതൊരു പരീക്ഷണമാണ്. അതിന്റെ പരിസരത്തേക്ക് പോകാൻ പാടില്ല. കഴിയുന്നത്ര ആളുകളെ അത്തരം തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അവരെ ബോധവൽക്കരിക്കാൻ ഒക്കെ ശ്രമിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പുതിയ ഒരു ട്രെൻഡ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോട് കൂടിയാണ് സമൂഹത്തിൽ വ്യാപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അതിന് മുമ്പ് അറിയോ എനിക്കറിയില്ല. എന്താണെന്നറിയോ, ഇലക്ഷൻ പ്രചാരണം എന്നതിനൊക്കെ ഒരു മാന്യതയും മര്യാദയും ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണങ്ങൾ എന്നാൽ അതും നേരത്തെ നമ്മൾ നേർച്ചയെ കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങാടിയിൽ ഇറങ്ങി തുള്ള എന്നത് മാത്രമാണ്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോഴുള്ള മാറ്റം എന്താണ്? മുമ്പ് പുരുഷന്മാര് മാത്രമായിരുന്നു, ഇപ്പൊ സ്ത്രീകളും കൂടിയാണ്. ഒരു 12-13 വയസ്സായ പെൺകുട്ടികൾ മുതൽ 30-40 വയസ്സായ സ്ത്രീകൾ മുതൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ആണും പെണ്ണും ഇടകലർന്നും അല്ലാതെയും ഒരു വാഹനം ഉണ്ടാകും, അതിനകത്തൊരു സൗണ്ട് ഉണ്ടാകും, അതിൽ നിന്ന് പരമാവധി ഉച്ചത്തിൽ പാട്ടുവെക്കും. എന്നിട്ട് ഇതിന്റെ പിന്നാലെ തുള്ളിക്കളിച്ച് അർദ്ധനഗ്നകളായി, മാന്യമായ വേഷമില്ലാതെ, വേഷമുണ്ടെങ്കിലും പറ്റില്ല. ഇതൊക്കെ വളരെ തെറ്റായ പ്രവണതകൾ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. പർദ്ദയിട്ടവരും തട്ടം ധരിച്ചവരും താടി വെച്ചവരും തൊപ്പിയിട്ടവരും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. ഇത് മതപരമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മാന്യമായ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് മാന്യമായ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഒരു വിശ്വാസിക്കാകാം. ചില സന്ദർഭങ്ങളിൽ അത് നിർബന്ധമാണ്. പക്ഷേ ഇത്തരം വൃത്തികേടുകളുടെ പരിസരത്ത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്, അത് നമ്മുടെ വിശ്വാസപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.